നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികളടക്കമുള്ള യുവതികൾ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം. രക്ഷപ്പെട്ടത് കയറിൽ തൂങ്ങി. വാർത്തയിലേക്ക്. കേരളത്തിൽ നിന്നടക്കം നിരാലംബരായ യുവതികളെയും യുവാക്കളെയും ജോലിക്കെന്ന് പറഞ്ഞ് വൻ തുക ഈടാക്കി കൊണ്ടുവന്ന് വിസ ഏജന്റുമാർ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വലയിൽ വീഴരുതെന്ന് ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും നോർക്കയുമെല്ലാം ഇടയ്ക്കിടെ മുന്നറിയിപ്പും നൽകാറുണ്ട്. എന്നാൽ ജീവിതം വഴിമുട്ടുമ്പോൾ ഇവർ മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുകയും ചതിയിൽപ്പെടുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ കുടുങ്ങിയ യുവതികൾ രക്ഷപ്പെട്ടത് സാഹസികമായിട്ടാണ്. വിസ ഏജന്റുമാരുടെ തട്ടിപ്പിൽ കുടുങ്ങി പീഡനം ഏറ്റുവാങ്ങി 2 മലയാളി യുവതികളടക്കം 5 പേർ മാസങ്ങളോളം പുറലോകം കാണാതെ അജ്മാനിലെ കുടുസുമുറിയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷണം പോലും നൽകാതെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇവരിൽ 2 പേരിൽ ഒരാൾ മലയാളി സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് അതിസാഹസികമായി കയറിൽ തൂങ്ങിയിറങ്ങി രക്ഷപ്പെട്ടു. ഇതോടൊപ്പം തന്നെ മറ്റൊരാളെ പിന്നീട് സാമൂഹിക പ്രവർത്തകർ രക്ഷപ്പെടുത്തി. എന്നാൽ പാസ്പോർട്ട് ഏജന്റ് പിടിച്ചുവെച്ചതിനാൽ മറ്റ് 2 യുവതികൾ ഭയന്ന് മുറി വിട്ടിറങ്ങാൻ തയ്യാറാകുന്നില്ലായിരുന്നു. രക്ഷപ്പെടുത്തിയവരെ പിന്നീട് ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധിക്ക് കൈമാറുകയുണ്ടായി. തിരുവനന്തപുരം, കൊച്ചി സ്വദേശിനികളാണ് മലയാളി യുവതികൾ. മറ്റുള്ളവരിൽ 2 ആന്ധ്ര സ്വദേശിനികളും ഒരാൾ മുംബൈക്കാരിയുമാണ്. ഡൽഹി സ്വദേശിനിയായ ഏജന്റിന്റെ കീഴിലായിരുന്നു 5 പേരും അജ്മാനിൽ താമസിച്ചിരുന്നത്. വൻ തുക വിസയ്ക്ക് നൽകിയാണ് ഡൽഹിക്കാരുടെ കേരളത്തിലെ ഏജന്റ് തങ്ങളെ UAE എത്തിച്ചതെന്ന് യുവതികൾ പറഞ്ഞു. അജ്മാൻ അൽമദീന പോലീസ് സ്റ്റേഷനടുത്ത് കെട്ടിടത്തിലാണ് യുവതികളെ താമസിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഇവരിൽ ചിലർ ഈ മുറിയിൽ ഭയന്ന് കഴിയുന്നു. എന്നാൽ ആർക്കും ജോലി നൽകിയില്ല. സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഏറെ നാളുകളായി. പുതുക്കാനോ മറ്റോ ഏജന്റ് തയ്യാറാകുന്നില്ല. ഇതേപ്പറ്റി ചോദിച്ചാൽ ക്രൂരമായ മർദ്ദനമായിരുന്നു മറുപടിയെന്ന് രക്ഷപ്പെട്ട യുവതികൾ പറഞ്ഞു. ഇവരുടെ ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകൾ കാണാം. പീഡനം സഹിക്കവയ്യാതെ യുവതികളിൽ ഒരാൾ തൻ്റെ കഥ വിവരിച്ച് വീഡിയോ എടുത്ത് പരിചയക്കാർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ താമസിക്കുന്ന കേന്ദ്രം കൃത്യമായി ഇവർക്ക് അറിയില്ലായിരുന്നു. വീഡിയോ കണ്ട സാമൂഹിക പ്രവർത്തകർ അന്വേഷണത്തിലൂടെ സ്ഥലം കണ്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. താഴെ നിന്ന് എറിഞ്ഞുകൊടുത്ത കയറിൽ തൂങ്ങി സാഹസികമായി യുവതികളിൽ ഒരാൾ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. യുവതി ഒടുവിൽ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഈ വീഴ്ചയിൽ പരിക്കേറ്റിട്ടില്ല. എന്നാൽ മലയാളി യുവതിയടക്കം 3 പേർ ഇതിന് തയ്യാറായിട്ടില്ല. രക്ഷപ്പെട്ട യുവതി പറഞ്ഞതനുസരിച്ചാണ് മറ്റുള്ളവരെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നം തീർക്കാൻ വരുന്ന ഇവർ അതിലും വലിയ കടക്കെണിയിൽപ്പെടുന്നു. ഇതേപോലെ അനധികൃത വിസ ഏജന്റിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ അജ്മാനിൽ ഒട്ടേറെയുണ്ടെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. മിക്കപ്പോഴും സ്ത്രീകൾ തന്നെയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. ഇവർ ആളുകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുക വിരളമാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്ന് സാമൂഹിക പ്രവർത്തകൻ കിരൺ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.